ഷാർജയിൽ ടിക്ടോക്കിലെ വാക്ക് തർക്കത്തെ തുടർന്ന് ഒരു മലയാളി കുത്തേറ്റു മരിച്ചു. കണ്ണൂർ മാട്ടൂർ തെക്കുംപാട് സ്വദേശിയും നിലവിൽ പഴയങ്ങാടി നെരുവമ്പ്രത്ത് താമസക്കാരനുമായ ഇസ്മായിൽ പൊന്നൻ എന്ന ഇസ്മായിൽ പൊന്നാരമാണ് കൊല്ലപ്പെട്ടത്. ഷാർജ അൽ നെഹ്ദയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. കൊലപാതകം നടത്തിയ വ്യക്തിയും ഒരു മലയാളി തന്നെയാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇരുവരും തമ്മിൽ ടിക്ടോക്കിലൂടെ ഉണ്ടായ വലിയൊരു വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. കൊലപാതകം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ഇവർ ടിക്ടോക്ക് ലൈവിൽ വരികയും പരസ്പരം അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ടാക്സി വിളിച്ചാണെങ്കിലും വരാൻ ഇസ്മായിൽ വെല്ലുവിളിക്കുന്നതും ഇതിനു മറുപടിയായി പ്രതി ക്യാമറ ഓഫ് ചെയ്ത് നേരിട്ട് വരാമെന്ന് പറയുന്നതുമായ ലൈവ് വീഡിയോ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പരസ്യമായ വെല്ലുവിളികൾക്കൊടുവിൽ കൊലയാളി ഇസ്മായിൽ താമസിക്കുന്ന ഷാർജ അൽ നെഹ്ദയിലെ സ്ഥലത്ത് നേരിട്ടെത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ ഷാർജ പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവ സമയത്ത് പ്രതിക്കൊപ്പവും ഇസ്മായിലിനൊപ്പവും ഉണ്ടായിരുന്ന മറ്റു ചില മലയാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാട്ടിൽ ടിക്ടോക്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിലും പ്രവാസ ലോകത്ത് ഇത് ഉപയോഗിക്കുന്നവർക്കിടയിൽ നടക്കുന്ന ഇത്തരം വെർച്വൽ തർക്കങ്ങൾ ഒരു ജീവനെടുക്കുന്ന തരത്തിലേക്ക് മാറിയതിൻ്റെ ആശങ്കയിലാണ് പ്രവാസി സമൂഹം. കൊല്ലപ്പെട്ട ഇസ്മായിലിൻ്റെ മൃതദേഹം തുടർ നടപടികൾക്കായി ഇപ്പോൾ ഷാർജയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടാതെ പോലീസ് ഈ വിഷയത്തിൽ കർശനമായ അന്വേഷണവും നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.